എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവന്തൂസ് കിച്ചൺ. ഞാൻ ചെയ്യുന്ന റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം. ഇനി നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മൾ ഇന്നിവിടെ ഒരു വെജിറ്റേറിയൻ ഫിഷ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത്. വെജിറ്റേറിയൻ ഫിഷ് ഫ്രൈ എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, വഴുതനങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഫ്രൈ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വഴുതനങ്ങയാണ് നമ്മുടെ ഇന്നത്തെ താരം. ഓക്കെ, അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു 3 ടേബിൾ സ്പൂൺ കടലമാവാണ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. വാളൻപുളി നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ ഇട്ട് വെക്കണം. നമുക്കിതിൻ്റെ പൾപ്പാണ് ആവശ്യമുള്ളത്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ആണിത്, 1 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി. വെള്ളം ആവശ്യത്തിന്. ഇനി നമ്മൾ ഇതിനൊരു പേസ്റ്റ് തയ്യാറാക്കാണ് ചെയ്യേണ്ടത്. അതിന് നേരത്തെ ഇട്ട് വെച്ചിരിക്കുന്ന കടലമാവിലേക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്, മുളക് പൊടി ഇട്ട് കൊടുക്കുക, ജിഞ്ചർ പൗഡർ, ഗാർലിക് പൗഡർ, ഗരം മസാല, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ പൊടികളിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന വാളൻപുളിയുടെ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നോക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്തിരുന്നതാണ് ഞാൻ. അപ്പോൾ ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണേ. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. ഒരുപാട് വാട്ടറി ആവരുത്, കാരണം നമുക്ക് വഴുതനങ്ങ മുറിച്ച് നമ്മളിതിൽ പെരട്ടി വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ട ഇല്ലാണ്ട് ഇതുപോലെ പേസ്റ്റ് ആക്കി എടുക്കുക. ഇതൊക്കെ ഉണ്ടോ, നമ്മൾ ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഒരുപാട് കനം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ ഇതിങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ പീസസ് നമുക്ക് ഈ ഗ്രേവിയിൽ മുക്കിയിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി എടുത്ത് വെക്കുകയാണ് വേണ്ടത്. ഇതെല്ലാം പേസ്റ്റ് നല്ലതായിട്ട് നമ്മൾ പരത്തിയിട്ടുണ്ട്. ഇതിന് നമ്മൾ ഒരു 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മളിതിനെ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഒരു പാൻ വയ്ക്കുക, ഫ്ലെയിം ഓൺ ചെയ്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സെറ്റായിട്ട് വന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യേണ്ടത് കേട്ടോ. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്, അപ്പോൾ നമ്മൾ ഈ കോട്ടിങ്ങൊക്കെ വിട്ടു പോകും. അതുകൊണ്ടാണ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിങ്ങനെ 2 മിനിറ്റിന് ശേഷം മറിച്ചിടുക.